കാണുന്ന വലിയ പർവ്വതമാണ് സൗർ പർവ്വതം. കണ്ടില്ലേ എല്ലാവരും? ഈ കാണുന്ന പർവ്വതമാണ് സൗർ പർവ്വതം. അതിന്റെ ഏറ്റവും മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഒരു വലിയ പാറ കണ്ടോ? ആ പാറയുടെ അപ്പുറത്ത് ഒരു ഗുഹ ഉണ്ട്. ആ ഗുഹയാണ് സൗർ ഗുഹ എന്ന് ചരിത്രത്തിൽ പ്രസിദ്ധമായ ഗുഹ. ഇസ്ലാമിക ചരിത്രത്തിൽ ആ ഒരു പർവ്വതത്തിനും അതിന്റെ ഉള്ളിലുള്ള ഗുഹക്കും ഏറെ പ്രാധാന്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഹിജ്റ പോകുമ്പോൾ 3 ദിവസം ശത്രുക്കളിൽ നിന്ന് മാറി നിന്ന് ഒളിച്ചു താമസിച്ച സ്ഥലമാണ് സൗർ പർവ്വതത്തിലെ അതോ. ചരിത്രം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സിദ്ദീഖ് തങ്ങളുടെയും ചരിത്രമാണ്. ഈ ഗുഹയുടെ ഉള്ളിൽ 3 ദിവസം അവർ താമസിച്ച ആ വേദനിക്കുന്ന അനുഭവങ്ങൾ, ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് തങ്ങളും ഈ മലയുടെ മുകളിലേക്ക് കയറി പോകുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചരിത്ര സംഭവം. അള്ളാന്റെ ഹബീബിന്റെ കാലിൽ ഒരു കുറ്റി തളച്ചു കയറിയിട്ട് രക്തമൊഴുകുകയാണ്, നടക്കാൻ കഴിയുന്നില്ല. ഉടനെ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, നബിയെ തങ്ങൾ സമ്മതിക്കണം, ഞാൻ നിങ്ങൾ എടുക്കുകയാണ്, നമുക്ക് മുകളിലേക്ക് പോകാം, ശത്രുക്കൾ വരുന്നുണ്ട്, അവര് നമ്മളെ കൊന്നുകളയും. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാന്റെ ഹബീബിനെ ഉമ്മമാര് കുട്ടികളെടുത്ത് തോളിലിട്ട് നടന്നു പോകുന്നത് പോലെ ഈ കാണുന്ന 1500ഓളം അടി സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തിൽ നിൽക്കുന്ന വലിയ പർവ്വതത്തിന്റെ മുകളിലേക്ക് നടന്നു കയറി എന്ന് പറയുമ്പോ എന്തായിരിക്കും അവരുടെ ഈമാൻ? നിങ്ങൾ ആലോചിച്ചു. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന് ഒന്നും സംഭവിക്കരുത്, എനിക്കെന്ത് സംഭവിച്ചാലും തകരാറില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഇവിടെ നിൽക്കി, ഞാനൊന്ന് ഈ ദ്വാരങ്ങൾ അടക്കട്ടെ എന്ന് പറഞ്ഞ് കയറി ആ ദ്വാരങ്ങളൊക്കെ അടച്ച് ഒരു പൊത്ത് ബാക്കിയുള്ളപ്പോ അതിൽ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു വിഷമവും അനുഭവിപ്പിക്കരുത് എന്ന് ചിന്തിച്ച സിദ്ദീഖ് തങ്ങൾ സ്വന്തം കാല് വെക്കുകയാണ്, ഞാൻ മരിച്ചാലും എന്റെ ഹബീബിനൊന്നും സംഭവിക്കരുത്. അതാണ് സിദ്ദീഖ് തങ്ങളുടെ സ്നേഹം. അങ്ങനെ ആ ഗുഹയില് അവിടെ നിൽക്കുമ്പോഴാണ് ആ പാമ്പ് കടിയേറ്റത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് ഭൂമിയിൽ ഒറ്റി വീണപ്പോ മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് എന്ത് പറ്റി സിദ്ദീഖ് എന്ന് ചോദിച്ചപ്പോ കാലിൽ മൂർഖൻ പാമ്പ് കടിക്കുന്നുണ്ട് നബി എന്ന് വിവരം പറയുകയാണ്. കാല് വലിച്ചെടുത്ത് നോക്കുമ്പോൾ മൂർഖൻ പാമ്പുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് ആ കാലിൽ അവിടുത്തെ ശറഫാക്കപ്പെട്ട ഉമുനീര് പുരട്ടിയപ്പോ ആ വിഷം ഇറങ്ങിപ്പോയ സംഭവം ഈ മലയുടെ മുകളിൽ വെച്ചുകൊണ്ടാണ് നടന്നത്. ശേഷം സിദ്ദീഖ് തങ്ങൾക്ക് ശക്തമായ ദാഹം വരുന്നുണ്ട്, എനിക്ക് വലിയ ദാഹമുണ്ട്, എന്താണ് ചെയ്യേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളത്തിന് വേണ്ടി ചോദിച്ചു. ഈ ഗുഹയുടെ മുഖത്ത് ആ ഗുഹാമുഖത്ത് പോയിക്കോ, എന്നിട്ട് അവിടുന്ന് വെള്ളം കുടിച്ചോ എന്ന് പറഞ്ഞു. ചെന്ന് നോക്കുമ്പോ നന്നായിട്ട് നല്ല ഭംഗിയുള്ള, കാണാൻ നല്ല വെളുത്ത കളറുള്ള, കുടിച്ചു നോക്കുമ്പോൾ തേനിനേക്കാളും മാധുര്യമുള്ള, അതുപോലെ തന്നെ പാലിനേക്കാൾ വെണ്മയുള്ള, കസ്തൂരിയേക്കാളും സുഗന്ധം അടിച്ചു വീശുന്നു അങ്ങനത്തെ ഒരു വെള്ളം മഹാനവറുകൾ കുടിച്ചു. ഉള്ളിലേക്ക് ചെന്നപ്പോ വെള്ളം കുടിച്ചോ എന്ന് ചോദിച്ചു സിദ്ദീഖ് റളിയല്ലാഹു റസൂൽ. ഞാൻ വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞു. ഏതാണ് ആ വെള്ളം എന്നറിയോ? അല്ലാഹു റസൂലു അലം. അത് സ്വർഗത്തിലെ വെള്ളമാണ്. എന്റെ സിദ്ദീഖ് ദാഹിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നതിന്റെ മലക്കുകളെ വെള്ളം കൊണ്ടുപോയി കൊടുക്കൂന്ന് ആര് പറഞ്ഞു? അല്ലാഹു പറഞ്ഞു മലക്കുകളോട്. അങ്ങനെ മലക്കുകൾ സ്വർഗത്തിൽ നിന്നുള്ള വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. സ്വർഗത്തിൽ നിന്നുള്ള വെള്ളം ഭൂമിയിൽ നിന്ന് കുടിച്ച ഒരാളാണ് ആര്? അബൂബക്കർ സിദ്ദീഖ്. അങ്ങനെ അവിടെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി. അവസാന ശത്രുക്കൾ ഇങ്ങനെ തെരഞ്ഞു വരികയാണ്. റസൂലുള്ളാഹിനെ കിട്ടണം, കൊല്ലണം. എന്നാൽ 100 ഒട്ടകം സമ്മാനം പ്രഖ്യാപിച്ച സമയത്ത് എല്ലാവരും തെരഞ്ഞു വന്ന് ആ ഗുഹയുടെ അതിന്റെ ഏറ്റവും മുകളിലുള്ള ഗുഹയുടെ സൗർ ഗുഹയുടെ അടുത്ത് വരെ ശത്രുക്കൾ എത്തി. ഒരു 10-15 അടിയോളം അടുത്ത് ശത്രുക്കൾ എത്തിയപ്പോ സിദ്ദീഖ് തങ്ങളെ മനസ്സ് വേദനിക്കുകയാണ്. റബ്ബേ, കണ്ടാൽ ഹബീബിനെ കൊല്ലുമല്ലോ. വേദനയോടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി എന്തു ചെയ്യും? ശത്രുക്കളാണ്. അവര് നേർക്കൊന്ന് തല താഴ്ത്തി നോക്കിയാൽ നമ്മളെ ഗുഹയുടെ ഉള്ളിൽ നിന്ന് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ ആ സംഭവം പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബയിൽ ആ സംഭവം പറയുന്നുണ്ട്. അതായത് സിദ്ദീഖ് തങ്ങളെ സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു, സിദ്ദീഖെ വിഷമിക്കണ്ട, അല്ലാഹു നമ്മളോടൊപ്പം ഉണ്ട്, സമാധാനിക്കുക എന്ന് പറഞ്ഞ് നബി സമാധാനിച്ചു. എന്തുണ്ടായി? നല്ലൊരു ചിലന്തിയെ കൊണ്ട് അല്ലാഹു അവിടെ വല നെയ്യിപ്പിച്ചൊരു ചിലന്തി വന്നുകൊണ്ട് വല നെയ്തു ആ ഗുഹയുടെ മുകളിൽ. ആ ഗുഹയുടെ മുൻഭാഗത്ത് ചിലന്തി വന്നിട്ട് വല നെയ്തു. 2 മാടപ്രാവുകൾ അവിടെ മുട്ടയിട്ട് വാർത്തു. അശാർ എന്ന പേരുള്ള ഒരു മരം അള്ളാഹു അവിടെ മുളപ്പിച്ചു. ഈ ചരിത്ര സംഭവങ്ങളൊക്കെ നടന്നു. ശത്രുക്കൾ ഇങ്ങനെ വന്നു നോക്കി. ഒരാൾ പറഞ്ഞു, നമുക്ക് അതിന്റെ ഉള്ളിൽ ഒന്ന് കയറി നോക്കാം, അവിടെ മുഹമ്മദ് ഉണ്ടോ നോക്കാം. അപ്പൊ ഉമയ്യത്ത് ബിൻ ഖലഫ് പറയാ, വേണ്ട, എന്തിന്? മുഹമ്മദ് ജനിക്കുന്നതിന്റെ മുമ്പുള്ള ചെലന്തി വലയാണ് അവിടെ, എന്തിനാണ് അങ്ങോട്ട് കയറുന്നത് എന്ന് വെച്ചിട്ട് ഉമയ്യത്ത് ബിൻ ഖലഫ് മറുപടിയും പറയാൻ. അള്ളാന്റെ അത്ഭുതം നോക്കുങ്ങള്. അപ്പോ ആ സംഭവം സിദ്ദീഖ് തങ്ങൾ അവിടെയുണ്ട്.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്, ശത്രുക്കൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ആ അത്ഭുതം ഈ പർവ്വതത്തിന്റെ മുകളിലാണ്. ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിന്റെ വരികൾ ഏറെ ശ്രദ്ധേയമാണ്. മഹാനായ ഇമാം ബൂസൂരി തങ്ങൾ ഈ ചരിത്ര സംഭവം അവിടുത്തെ ഖസീദത്തുൽ ബുർദയിൽ ഇങ്ങനെ പറയുന്നു: വമാ ഹാവൽ ഗാറു മിൻ ഖൈരിൻ മിൻ കറമി വകുല്ലു തറഫിൻ മിനൽ കുഫാരി അൻഹു ഹമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ ഖൈറായ റസൂലുള്ളയുണ്ട് അവിടെ, കറമായ സിദ്ദീഖ് തങ്ങളുണ്ട് അവിടെ. അവരാ ഗുഹയുടെ ഉള്ളിലുണ്ട്, പക്ഷേ ശത്രുക്കൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അവര് പറഞ്ഞു, എന്തിനീ ഗുഹയിൽ അന്വേഷിക്കണം, ആ ഗുഹയിൽ ആരുമില്ല എന്ന് അവരെന്നെ പറഞ്ഞ് അവർ തിരിഞ്ഞു പോന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ഒരു കോട്ടയുടെ ഉള്ളിൽ കിട്ടുന്നതിനേക്കാളും വലിയ സംരക്ഷണം ആ ഗുഹയുടെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു. ഖൈരിൽ ബാരിയതി ലം തൻസുജ് വലം തഹൂബി. അവർ വിചാരിച്ചത് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെലന്തി വല കെട്ടി കൊടുക്കുമെന്നോ പിന്നെ അതുപോലെ തന്നെ ഈ പ്രാവുകൾ ഇവിടെ സംരക്ഷണം നൽകുമെന്നോ ഒന്നും അവർ വിചാരിച്ചില്ല. അവരിവിടെ ആരുമില്ല എന്ന് പറഞ്ഞ് അവർ തിരിഞ്ഞുപോയി. ഒരു കോട്ടയുടെ ഉള്ളിൽ കൊടുക്കുന്ന സംരക്ഷണത്തെക്കാളും വലിയ സംരക്ഷണം ഈ കാണുന്ന ഗുഹയുടെ ഉള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകി എന്ന് പറയുന്നു ഖസീദത്തുൽ ബുർദ. സൂറത്തു തൗബയിൽ ഈ ചരിത്രം പറയുന്നു. ഒരുപാട് മഹാന്മാർ ഈ ചരിത്ര സംഭവം പറയുന്നു. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വലിയ ത്യാഗമാണ്.